ആരംഭിക്കുക എന്നതാണ് വിജയത്തിൻ്റെ രഹസ്യം. നീ നിൽക്കുന്നിടത്ത് നിന്ന് തുടങ്ങുക. നിനക്ക് ലഭ്യമായത് ഉപയോഗിക്കുക. നിനക്ക് സാധ്യമായത് ചെയ്യുക. തുടങ്ങുന്നതിന് മുൻപ് നീയൊരു മഹാനാകണമെന്നില്ല. പക്ഷേ മഹാനാകണമെങ്കിൽ നീ തുടങ്ങിയേ തീരൂ. നീ നടത്തുന്നതുവരെ നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുകയില്ല. നിങ്ങൾ എത്ര നേരത്തെ അധ്വാനം ആരംഭിക്കുന്നുവോ അത്ര നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലവും ലഭിക്കുന്നതാണ്. ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ആരൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അതേ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. ചിന്തകൾ അതിൽ മുളച്ചു വരുന്ന വിത്തുകളും. ഏതുതരം വിത്തുകളാണ് മുളച്ചു വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റുവാൻ സമയത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ശരീരം നശ്വരമാണ്. സമ്പത്തും ശാശ്വതമല്ല. മരണം സമീപം തന്നെയുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ നാം പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതുണ്ട്. സർപ്പം, രാജാവ്, കടുവ, കടിക്കുന്ന കടന്ന്, ചെറിയ കുട്ടി, മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള നായ, വിഡ്ഢി, ഈ 7 പേരെയും ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ പാടില്ല. അത് നമുക്ക് തന്നെ ആപത്ത് വരുത്തി വയ്ക്കുന്നവയാണ്. ആദ്യത്തെ 5 വർഷം നിങ്ങളുടെ കുട്ടിയെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുക. അടുത്ത 5 വർഷത്തേക്ക് അവരെ ഉപദേശിച്ച് വളർത്തുക. 16 വയസ്സാകുമ്പോഴേക്കും അവരോട് സുഹൃത്തിനെ പോലെ പെരുമാറുക. നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം. വിഡ്ഢികളെ ബഹുമാനിക്കാത്ത, ധാന്യം നന്നായി സംഭരിക്കപ്പെടുന്ന, ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടാത്ത ഒരു വീട്ടിൽ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരം വസിക്കുന്നു. കാമത്തെ പോലെ വിനാശകരമായ ഒരു രോഗമില്ല. കോപത്തെ പോലെ വിനാശകരമായ ഒരു ആയുധവുമില്ല. ജ്ഞാനി തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊക്കിനെ പോലെ നിയന്ത്രിച്ച് തൻ്റെ സ്ഥലം, സമയം, കഴിവ് എന്നിവയെക്കുറിച്ചുള്ള അറിവോടെ തൻ്റെ ഉദ്ദേശം നിറവേറ്റാനായി ഏകാഗ്രതയോടെ കാത്തുനിൽക്കുന്നത് പോലെ ചില സന്ദർഭങ്ങളിൽ നിങ്ങളും കാത്തുനിൽക്കേണ്ടതായി വരും. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ കർമ്മത്തിന് നല്ലതും ചീത്തയുമായ അനന്തരഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഏകനായി തന്നെ പരമമായ ധാമത്തെയും പുൽകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.